നമസ്കാരം. +2 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സുകളുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എല്ലാം നമ്മൾ നോക്കിയത് പ്രധാനമായിട്ടും പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ, പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ, പാർട്ട്ണർഷിപ്പ് ഡീഡ്, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡിൻ്റെ കണ്ടൻസ് വരെയാണ് നമ്മൾ നോക്കിയത്. അവിടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പഠിച്ചപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന റിട്ടൺ ഡോക്യുമെന്റ് ആണ്. പാർട്ട്ണർമാർ തമ്മിലുള്ള ടേംസും കണ്ടീഷനും അടങ്ങിയിരിക്കുന്ന എഴുതപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഡീഡിന് ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഏകദേശം 20ഓളം കണ്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ കണ്ടൻസിനകത്ത് ഓരോന്നിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. എന്നാൽ ചില പ്രത്യേക സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആവാറുണ്ട്. ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിലും ബിസിനസ് നടത്താം. പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് നോട്ട് കമ്പൽസറി. പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുക എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് റിട്ടേൺ ഫോമിലാക്കാം, ഇല്ലെങ്കിൽ ഓറൽ ഫോമിലാക്കാം. റിട്ടേൺ ഫോമിലാക്കിയാലുള്ള അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. റിട്ടേൺ ഫോമിലാക്കിയാലുള്ള അഡ്വാൻറ്റേജ് ടു അവോയ്ഡ് quarrels and disputes among the partners in future. ഭാവിയിലുണ്ടാകുന്ന വഴക്കും ബഹളവും ഒക്കെ ഒഴിവാക്കാൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ഫോമിൽ, റിട്ടേൺ ഫോമിലാക്കുന്നത് നല്ലതാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ഇഫ് ദ ഡീഡ് ഈസ് സൈലന്റ് ഓൺ എനി മാറ്റർ. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കാത്ത ഫേമാണെങ്കിൽ, ഓർ ഡീഡ് ഇൻ സൈലന്റ് ഇൻ എനി മാറ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് സൈലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫേമിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക മെയിൻ്റെനൻസ് നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Normally, a partnership deed includes all matters relating to mutual relationship. But if the deed is silent on certain matters, or in the absence of any deed, or an express agreement, അല്ലെങ്കിൽ agreement express ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, relevant provisions of the Partnership Act shall become applicable in such cases. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട് 1932 ചില പ്രത്യേക പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീഡ്. ഡീഡിന്റെ അഭാവത്തിൽ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം. The profit or loss shared equally among the partners irrespective of their capital contribution. പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ ഈക്വലി. പ്രോഫിറ്റും ലോസും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ദ പ്രോഫിറ്റ്സ് ഏൺഡ് ആൻഡ് ദേ മസ്റ്റ് കോൺട്രിബ്യൂട്ട് ഈക്വലി. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം പാർട്ട്നേഴ്സിന്. 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ആനുപാതികമായിട്ട് പ്രോഫിറ്റിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, പ്രോഫിറ്റ് ഷെയറിംഗ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുന്ന ഫേമാണെങ്കിൽ എങ്ങനെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നുള്ള റേഷ്യോ 1:1 ആണെങ്കിൽ 1:1, 2:1 ആണെങ്കിൽ 2:1, ആ റേഷ്യോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. എന്നാൽ ഡീഡ് തയ്യാറാക്കാത്ത ഫേമാണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ പറ്റി പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് ഈക്വൽ ആയിരിക്കണം എമംഗ് ദ പാർട്ട്നേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു പാർട്ട്നേഴ്സ്. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ വിളിക്കുന്നവരാണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിന് ഫേം എന്ത് കൊടുക്കാറുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ ഡീഡിന്റെ അഭാവത്തിൽ, ഡീഡ് ആബ്സെൻസിൽ അല്ലെങ്കിൽ ഡീഡിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഡീഡ് സൈലന്റ് ആണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കരുത്? ഇൻട്രസ്റ്റ് കൊടുക്കരുത്.
If the deed provides for interest on capital, it should be paid only out of profit, and if there is loss, no interest can be allowed. ശ്രദ്ധിക്കുക, ഡീഡ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കരുത്. ഇനി ഡീഡിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറയുകയാണെങ്കിൽ അതെടുത്ത് കൊടുക്കേണ്ടത് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, എടുത്ത് കൊടുക്കേണ്ടത് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം. ആൻഡ് ഇഫ് ദർ ഈസ് ലോസ്, നോ ഇൻട്രസ്റ്റ് ക്യാൻ ബി അലൗഡ്. ഫേമിന് എന്തെങ്കിലും കാരണവശാൽ ലോസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നോ ഇൻട്രസ്റ്റ് ക്യാൻ ബി അലൗഡ്. ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് അനുവദിക്കാൻ പാടില്ല. ഒരു കാരണവശാലും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളതല്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിങ്, പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. 2, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കണം. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കരുത്, ഇൻട്രസ്റ്റ് കൊടുക്കരുത്. 3ാമത്തെ പോയിന്റിലേക്ക്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. ഫേമിന് ഇൻട്രസ്റ്റ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫേം പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്ണർമാരുടെ കയ്യിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എടുത്തിരിക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. എത്ര പെർസെൻറ്റേജ്? 6% per annum. Partners are entitled to get interest at 6% per annum on loans advanced by the partners. പാർട്ട്നേഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന് 6% ഇൻട്രസ്റ്റ് കൊടുത്തേ മതിയാകൂ, ഡീഡ് സൈലന്റ് ആണെങ്കിൽ പോലും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഈവൻ ഇഫ് ദർ ഈസ് എ ലോസ്. ഇതർത്ഥം, ഫേമിന് ലോസ് ആണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തേ മതിയാകൂ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാം. താഴെ പറയുന്നതിൽ ഏത് സംഗതിക്കാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടറിനാണ് ഫേം ലോസ് ആയാൽ പോലും കൊടുക്കേണ്ടത്? ഓപ്ഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നൊക്കെ തന്നിരിക്കും. ആൻസർ ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. +1 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫേമിന് ലോസ് ആയാൽ പോലും, +2 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫേമിന് ലോസ് ആണെങ്കിൽ പോലും താഴെ പറയുന്നവയിൽ ഉറപ്പായിട്ടും കൊടുക്കേണ്ട സംഗതി ഏതാണ്? ഉത്തരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. ആ ഇൻട്രസ്റ്റ് കുറഞ്ഞത് 6% ആണ്. 6% നിരക്കിൽ എന്ത് കൊടുത്തിരിക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. 4ാമത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സ്ക്രീനിൽ കാണാം, നോ ഇൻട്രസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. എന്താ ഡ്രോയിങ്സ്? ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൈസയിൽ നിന്നും ക്യാഷിൽ നിന്നും ഗുഡ്സോ ക്യാഷോ പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ഫേം എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീഡ് തയ്യാറാക്കാത്ത ഫേം ആണെങ്കിൽ നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് നടത്തിയ ഡ്രോയിങ്സിന്മേൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നോ വൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി സാലറി ഓർ കമ്മീഷൻ. ഒരാൾക്കും ബിസിനസ്സിൽ നിന്ന് ഒരു വിധത്തിലുള്ള സാലറിയോ കമ്മീഷനോ ഒരു വിധത്തിലുള്ള റെമ്യൂണറേഷനോ കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീഡ്. എന്തിനാ സാലറിയും കമ്മീഷനും ഒക്കെ കൊടുക്കുന്നത്? പാർട്ണർഷിപ്പ് ഡെഫിനിഷനകത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് ദ അല്ലെങ്കിൽ ലാസ്റ്റിൽ പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയാണ്, ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. ഒരാൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുകയോ എല്ലാവരും കൂടി ചേർന്ന് നടത്തുകയോ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് പാർട്ണർഷിപ്പ്. ഒരാൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും, സാലറിയോ കമ്മീഷനോ കൊടുക്കേണ്ടി വരും. ഈ സാലറിയും കമ്മീഷനും എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ഡീഡ് തയ്യാറാക്കിയ ഫേമിനകത്ത് പറഞ്ഞിരിക്കും. എന്നാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീഡ്, നോ റെമ്യൂണറേഷൻ. നോ വൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി സാലറി ഓർ കമ്മീഷൻ. ഇത് 5ാമത്തെ പോയിന്റ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എയും ബിയും ഒരു ബിസിനസ്സിലെ 2 പാർട്ട്നേഴ്സ് ആയിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ദേ കനോട്ട് പ്രിപ്പയർ പാർട്ണർഷിപ്പ് ഡീഡ്. അവരൊരിക്കലും എന്ത് പ്രിപ്പയർ ചെയ്തിട്ടില്ല? പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷാവസാനമായപ്പോൾ അവരെന്താവശ്യപ്പെട്ടു? എ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവശ്യപ്പെടുന്നു. എയുടെ ആർഗ്യുമെന്റ് ശരിയാണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആബ്സെൻസ് ഓഫ് ഡീഡാണ്. ഒരിക്കൽ കൂടെ പോയിന്റുകൾ പറയാം. ആദ്യത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ് ഈക്വൽ ആയിരിക്കണം. 2, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്. 3, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം, ഫേമിന് ലോസ് ആയാൽ പോലും 6% ഇൻട്രസ്റ്റ് കൊടുത്തേ മതിയാകൂ. 4, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനകത്ത് പറഞ്ഞത് നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ
ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്ണർ. പാർട്ട്ണർമാർ നടത്തിയ ഡ്രോയിങ്സിന്മേൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് 4ാമത്തെ പോയിന്റ്. 5, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കാൻ പാടില്ല? റെമ്യൂണറേഷൻ. യാതൊരു കാരണവശാലും പാർട്ട്നേഴ്സിന് അവർ ചെയ്ത ജോലിക്ക് പ്രതിഫലം ഒന്നും കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അഭാവത്തിൽ യാതൊരുവിധ റെമ്യൂണറേഷനും കൊടുക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പോയിന്റാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എങ്ങനെയാണ് പാർട്ട്ണർമാരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? Partnership is a relation between 2 or more persons who have agreed to share the profit or loss of the firm, carried on by all or any of them acting for all. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു റിലേഷനാണ്. 2ഓ അതിലധികമോ വ്യക്തികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ എത്ര വ്യക്തികൾ ഉണ്ടെങ്കിലും ആ ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ട് അവർക്കൊരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഒരു അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരും. ഈ അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. സ്ക്രീനിലേക്ക് നോക്കുക, ഹെഡിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്നാണ്. പാർട്ണർമാരുടെ എണ്ണത്തിനനുസരിച്ച് പാർട്ണർമാരുടെ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരും. എവിടെ? പാർട്ണർഷിപ്പ് ബിസിനസ്. Generally, there is no difference between the accounts of sole trader and the partner. പാർട്ണർമാരുടെ അക്കൗണ്ടും സോൾ ട്രേഡർമാരുടെ അക്കൗണ്ടും തമ്മിൽ ജനറലായിട്ട് യാതൊരുവിധ ഡിഫറൻസും ഉണ്ടാവണമെന്നില്ല. There are certain special aspects applicable to partnership accounts which require a special mention. എന്നാൽ സോൾ ട്രേഡിംഗ് കൺസേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിന് ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ക്യാപിറ്റൽ, പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്നറിയണം. ക്യാപിറ്റൽ ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പാർട്ട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ. അക്കൗണ്ട്സ് ഓപ്പൺഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ പർപ്പസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അക്കൗണ്ട്സ് ഓപ്പൺഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് ടു ദ ബിസിനസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ബിസിനസ്സിൽ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ണർമാർ എത്ര പാർട്ണർമാരുണ്ടോ അത്രയും പാർട്ണർമാരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ പാർട്ണർമാരുടെ എണ്ണം നോക്കണം. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മിനിമം നമുക്കറിയാം, മിനിമം എത്ര മതി? 10 ആണ്. ബട്ട് അതർ ടൈപ്പ് ബിസിനസ്, വേറെ ഏതെങ്കിലും ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മാക്സിമം 20 വരെ ആകാം. അപ്പോൾ ആ ഒരു കണ്ടീഷനും ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നമുക്കറിയാം. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ആ ഒരു കാര്യത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്, അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ പ്രൊസീജിയറുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. There are 2 or more persons, 2ഓ അതിലധികമോ വ്യക്തികൾ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തേക്ക് എഴുതണം. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. എ, ബി, സി. എ എന്ന് പറയുന്ന ഒരു പാർട്ണറുണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു പാർട്ണറുണ്ട്, സി എന്ന് പറയുന്ന മൂന്നാമതൊരു പാർട്ണറുണ്ട്. ഇവിടെ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എയുടെ ട്രാൻസാക്ഷൻ എയുടെ അക്കൗണ്ടിൽ, ഏത് അക്കൗണ്ടിലാ? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും, ബിയുടെ ട്രാൻസാക്ഷൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും, സിയുടെ ട്രാൻസാക്ഷൻ എല്ലാം സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും എഴുതണം.
അപ്പോൾ ഓരോ പാർട്ട്ണറുടെയും ട്രാൻസാക്ഷൻസ് അവരുടേതായ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കുന്നു. ഈ അക്കൗണ്ടിനെ ഓരോന്നിനെയും വിളിക്കുന്ന പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രൊഫോമയാണ്. എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്? സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ്. നോർമലി ഈച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി. സാധാരണ രീതിയിൽ ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, എഴുതി തയ്യാറാക്കും. ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓരോ പാർട്ണറുടെയും ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ എയുടെ ട്രാൻസാക്ഷൻ മുഴുവൻ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ, ബിയുടെ ട്രാൻസാക്ഷൻ എല്ലാം ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ, സിയുടെ ട്രാൻസാക്ഷൻ എല്ലാം സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഇനി ഓരോരുത്തർക്കും നമ്മൾ എന്ത് തയ്യാറാക്കി, ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കി. ഇനി ആ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തേക്ക് എന്തൊക്കെയായി എഴുതേണ്ടതെന്ന് നോക്കിയേ. പ്രൊഫോമയിലേക്ക് നോക്കണം, സ്ക്രീനിലേക്ക് നോക്കുക. സാധാരണ ലെഡ്ജർ അക്കൗണ്ട് പോലെ രണ്ട് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ആൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ബാലൻസ് ബ്രോ ഡൗൺ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പിന്നീട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എ ആൻഡ് ബി ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ബിസിനസ് ഫേം. ഓൺ 1st January 2005 their capital had balance of ₹50,000 and $70,000 റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 1 2005 ജനുവരി 1 എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ 50,000 70,000 ക്യാപിറ്റൽ ബാലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബാലൻസ് ബ്രോഡ് അതാണ് ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് കൊണ്ട് എഴുതും. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡില് എന്തെഴുതും, നിങ്ങൾ തന്നിരിക്കുന്ന എമൗണ്ട് എടുത്ത് ബാലൻസ് ആയിട്ട് എഴുതും. അപ്പൊ പ്രൊഫോമ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ബാലൻസ് ബ്രോഡ് അത് ഓപ്പണിംഗ് ബാലൻസ് എഴുതാനുള്ള ഐറ്റമാണ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ മറ്റൊരു ഐറ്റം കൂടി എഴുതാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം നിർത്തുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യുന്നു, ആ ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പാർട്ട്ണറിന് കൊടുക്കുന്നു ആസ് എ കോമ്പൻസേഷൻ. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ പറയും. ഇപ്പൊ ശ്രദ്ധിക്കുക, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്രെഡിറ്റ് സൈഡിലെ രണ്ട് ഐറ്റം പറഞ്ഞു, ഒന്ന് ഓപ്പണിംഗ് ബാലൻസ്, രണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ചിലപ്പോൾ നിശ്ചിത പെർസെന്റേജ് ആയിരിക്കും. പ്രൊവൈഡ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എമൗണ്ടിന്റെ 5% കണ്ടുപിടിച്ച് അവിടെ എഴുതുന്നു. ഓക്കെ, അടുത്ത ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതായത് പ്രോഫിറ്റ് എഴുതാനുള്ള സ്ഥലമാണ്. ക്രെഡിറ്റ് സൈഡിൽ അടുത്ത ഐറ്റം പ്രോഫിറ്റ് ആണ്. എയും ബിയും സിയും ഉണ്ട്, 3 പേർക്കും പ്രോഫിറ്റ് കിട്ടും. അവരുടെ കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. അതായത് പാർട്ട്ണറിന് ബെനിഫിറ്റ് കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദെൻ ഡെബിറ്റ് സൈഡിൽ ഒറ്റ ഐറ്റമേ ഉള്ളൂ, ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ്? വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ്. ബിസിനസ്സിൽ നിന്നും ക്യാഷോ ഗുഡ്സോ വിഡ്രോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡ്രോയിങ്സ്. അപ്പൊ ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് എവിടെ പോകും, ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ 3 ഐറ്റം ഇപ്പൊ തന്നെ പഠിക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ബാലൻസ്, രണ്ടാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മൂന്നാമത്തെ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതായത് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ ഒറ്റ ഐറ്റമേ ഉള്ളൂ, ഡ്രോയിങ്സ് മാത്രം. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും, കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ആ ആളിന്റെ ക്യാപിറ്റൽ ബാലൻസ്. അപ്പോൾ ഓരോ കൊല്ലം അവസാനമാകുമ്പോഴും എത്ര പാർട്ട്ണർമാരുണ്ടോ അത്രയും പാർട്ട്ണർമാർക്കും സ്വന്തമായിട്ട് അവരുടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് അതിനകത്തേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, ഏതൊക്കെ ഐറ്റംസ് ഡെബിറ്റ് ചെയ്യും, ഏതൊക്കെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യും എന്നും നമ്മൾ സംസാരിച്ചു, ക്ലിയർ ചെയ്തു. ഇനി അടുത്ത നമ്മുടെ പ്രോബ്ലം സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് മെത്തേഡ്സ് അറിയണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയൊക്കെ തയ്യാറാക്കാം? പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന പ്രധാനമായിട്ടും 2 രീതിയിലാണ്. സ്ക്രീനിൽ കാണാൻ കഴിയും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും.
അപ്പോൾ there are two methods of preparing capital accounts of each partner. ഓരോ പാർട്ണർമാരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ശ്രദ്ധിക്കുക, പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന രണ്ട് രീതിയിൽ, ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അതിൽ ആദ്യത്തെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഞാൻ പറയുന്നു. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് only one account is maintained for each partner. ഓരോ പാർട്ണറിനും ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ തയ്യാറാക്കൂ. ആ അക്കൗണ്ടിന്റെ പേരാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ രീതി തന്നെയാണ്. രണ്ട് രീതിയുണ്ട്, രണ്ട് മെത്തേഡിൽ നമുക്ക് പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് തന്നിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണം. ഈ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യണമെങ്കിൽ ഈ രണ്ട് മെത്തേഡും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പഠിക്കുന്നു. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് only one account is maintained for each partner. എത്ര പാർട്ണർമാരുണ്ടോ അത്രയും പാർട്ണർമാർക്കും ഓരോ അക്കൗണ്ട് വീതം തയ്യാറാക്കുന്നു. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. All the items affecting partners capital account is recorded such as interest on capital, interest on drawings, partners drawings, salary, commission, share of profit or loss, etc. All the items are recorded through the capital account itself. മുഴുവൻ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയായിരിക്കും. ഏത് മെത്തേഡിന്റെ പ്രത്യേകത? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം only one account is prepared for each partner. ഒരു പാർട്ണറിന് ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, തയ്യാറാക്കാറുള്ളൂ. ആ അക്കൗണ്ടിന്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ തയ്യാറാക്കുന്ന മെത്തേഡ്സിലെ ആദ്യ മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണറിന് ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ നമ്മൾ തയ്യാറാക്കാറുള്ളൂ. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേര്, ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് അങ്ങനെ തയ്യാറാക്കുന്ന അക്കൗണ്ടിന്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഈ അക്കൗണ്ടിനകത്ത് ഇങ്ങനെയാണ് എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റുകളും എഴുതുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സ് സാലറിയും പാർട്ട്ണറുടെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ലോസ് തുടങ്ങിയ എല്ലാ ഐറ്റംസും എന്ത് ചെയ്യേണ്ടി വരും, ഇതിനകത്തേക്ക് എഴുതേണ്ടി വരും. ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ കൊല്ലം കഴിയും തോറും ക്യാപിറ്റൽ ബാലൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് മീൻസ് ടു ചേഞ്ച്. The capital balance of partner keeps on fluctuating from year to year. So this method is known as fluctuating capital method. ഓരോ വർഷം കഴിയും തോറും പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഈ മെത്തേഡിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോ പറഞ്ഞു വരുന്നത് പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ആദ്യത്തേത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണറിന് ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ തയ്യാറാക്കൂ. അക്കൗണ്ടിന്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് കാണാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രൊഫോമയാണ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നോക്കുക, എത്ര പാർട്ണർമാരുണ്ടോ അത്രയും പാർട്ണർമാർക്കും ഓരോ അക്കൗണ്ട് വീതം വരയ്ക്കണം. ആ അക്കൗണ്ടിന്റെ പേരെന്തായിരിക്കും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അതിനകത്തേക്ക് എഴുതേണ്ട ഐറ്റംസ് നേരത്തെ നമ്മൾ പ്രൊഫോമിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി എക്സ്ട്രാ എഴുതേണ്ടി വരും, അത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഡ്രോഡൗൺ. രണ്ടാമത്തെ ഐറ്റം ബാങ്ക് ബ്രാക്കറ്റിൽ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, അതായത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ അത് എഴുതാനുള്ള സ്ഥലം രണ്ടാമത്തെ സ്ഥലമാണ്. ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമതായിട്ട്
ടു ബാങ്ക്. ഫ്രഷ് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എഴുതണം. അടുത്ത ഐറ്റം പാർട്ട്നേഴ്സ് സാലറിയാണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ള അടുത്ത ഐറ്റം പാർട്ട്നേഴ്സ് സാലറി. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ത് കൊണ്ടു കൊടുക്കണം, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് എഴുതണം. ദെൻ അടുത്ത ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിലെ ഓരോ പാർട്ട്ണറിനും കിട്ടുന്ന ഷെയർ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ട്നർഷിപ്പ് ഫേമിലെ എയും ബിയും ബിസിനസ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ തുല്യ പങ്കാളികളാണെങ്കിൽ, ലാഭം 20,000 ആണെങ്കിൽ എന്ത് ചെയ്യും, 1:1 എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യും. എക്ക് എത്ര കിട്ടും, 10,000 കിട്ടും. ബിക്ക് എത്ര കിട്ടും, 10,000 കിട്ടും അല്ലേ. അപ്പോ ആ എമൗണ്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്യും. എക്ക് കിട്ടുന്ന എമൗണ്ട് എയുടെ കോളത്തിലും ബിക്ക് കിട്ടുന്ന എമൗണ്ട് ബിയുടെ കോളത്തിലും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് നോക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡെബിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ഡ്രോയിങ്സ് ആണ്. ഡെബിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ഡ്രോയിങ്സ്. രണ്ടാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഒരു ഐറ്റം കൂടിയേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് ഷെയർ ഓഫ് ലോസ്. എപ്പോഴും ബിസിനസ്സിന് പ്രോഫിറ്റ് തന്നെ ഉണ്ടാവണമെന്നില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യപ്പെടും, ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ലാസ്റ്റ് ഐറ്റം, ഡെബിറ്റ് സൈഡിലെ അവസാനത്തെ ഐറ്റം ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിലെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രൊഫോമയാണ്. ഏത് മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം ചെയ്യേണ്ടതിന് വേണ്ടി ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രൊഫോമ കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു പേപ്പറിലേക്ക് ഇതിന്റെ പ്രൊഫോമ എഴുതി വയ്ക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. വിശദമായ നോട്ട് ഞാൻ തൊട്ടുപിറകെ വരുന്നുണ്ട്, അടുത്ത ക്ലാസ്സുകളിൽ തരുന്നുണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ബാലൻസ്, രണ്ടാമത്തെ ഐറ്റം അഡീഷണൽ ക്യാപിറ്റൽ, മൂന്നാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 4 പാർട്ട്നേഴ്സ് സാലറി, 5 കമ്മീഷൻ ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് കമ്മീഷൻ, ലാസ്റ്റ് ഐറ്റം ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് എഴുതാം. ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ഡ്രോയിങ്സ്, അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് കഴിഞ്ഞാൽ ഷെയർ ഓഫ് ലോസ് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് ലോസ് ഇത്രയും എഴുതി അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. അടുത്ത മെത്തേഡിന്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ട്ണറിന് ഒരു അക്കൗണ്ട് തയ്യാറാക്കൂ എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം there are 2 accounts are maintained for each partner. ഓരോ പാർട്ട്ണറിനും 2 അക്കൗണ്ട് വീതം തയ്യാറാക്കണം. ഏതൊക്കെയാ 2 അക്കൗണ്ട്? ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 കറണ്ട് അക്കൗണ്ട്. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിലേക്ക് പോകുന്നു. Under fixed capital method, there are 2 accounts are maintained for each partner. Capital account and current account. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ 2 അക്കൗണ്ട് വീതം തയ്യാറാക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഓൺലി 1 അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഒരൊറ്റ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റും ആ അക്കൗണ്ടിനകത്തേക്ക് എഴുതുമായിരുന്നു. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നത്. ആൾ അതർ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ത്രൂ കറണ്ട് അക്കൗണ്ട്. ബാക്കിയുള്ള എല്ലാം എഴുതേണ്ടത് ഏത് അക്കൗണ്ട് വഴിയാണ്? കറണ്ട് അക്കൗണ്ട് വഴിയാണ്. ദ ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ നോട്ട് ബി ചേഞ്ച്ഡ് unless some additional capital is introduced or some amount of capital is withdrawn by an agreement among the partners. പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് വിൽ നോട്ട് ബി ചേഞ്ച്ഡ്. ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, എങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യില്ല. അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിച്ചത്.
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണർമാരുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ഇയർ ആഫ്റ്റർ ഇയർ, ഓരോ കൊല്ലം കഴിയും തോറും ആ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് വീതം തയ്യാറാക്കും. ഒരു പാർട്ണറിന് 2 അക്കൗണ്ട് വേണം, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. നേരത്തെ ഞാൻ പറഞ്ഞ അതേ എക്സാമ്പിൾ ഒന്നും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 3 പാർട്ണറാണ് ഒരു ബിസിനസ്സിലുള്ളത്, എ, ബി, സി. 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പറയുകയാണ്. 3 പേരുടെയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുകയാണ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിച്ചോളണം, നിങ്ങൾ ഓരോരുത്തർക്കും എത്ര അക്കൗണ്ട് വീതം വരയ്ക്കേണ്ടി വരും? 2 അക്കൗണ്ട്. ഏതൊക്കെയാ 2 അക്കൗണ്ട്? ഒന്ന് എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 എസ് കറണ്ട് അക്കൗണ്ട്. അടുത്തത് ബിക്ക് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീസ് കറണ്ട് അക്കൗണ്ട്. നെക്സ്റ്റ് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ 20 പേരുണ്ടെങ്കിലോ 20 ഗുണം 2 40 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ദ ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ not be changed unless some additional capital introduced or some amount of capital is withdrawn by an agreement among the partners. പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എഴുതേണ്ട അക്കൗണ്ടിന്റെ പേര് ഏതാ? അതിന്റെ പേര് കറണ്ട് അക്കൗണ്ടാണ്. എന്തൊക്കെയാ കറണ്ട് അക്കൗണ്ടിൽ എഴുതുന്നത്? ആൾ അതർ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ഐറ്റവും എഴുതേണ്ടത് കറണ്ട് അക്കൗണ്ടിനകത്തേക്കാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആർ റെക്കോർഡഡ് ഇൻ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ഹെൻസ് ദ ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്സ് ആൾവേസ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ പാർട്ട്ണർമാരുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എപ്പോഴും എന്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എങ്ങനെയൊക്കെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പ്രധാനമായും 2 മെത്തേഡാണ്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, 2 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ പ്രൊഫോമ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് തയ്യാറാക്കും എന്ന് പറഞ്ഞു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. അതിൽ ആദ്യത്തെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മെത്തേഡാണ് തന്നിരിക്കുന്നത്, പ്രൊഫോമയാണ് തന്നിരിക്കുന്നത്. മെത്തേഡ് ഏതാണെന്ന് ശ്രദ്ധിക്കുക, താഴെ ബ്ലൂ ലെറ്ററിൽ തന്നിട്ടുണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ആ മെത്തേഡ് പ്രകാരമുള്ള പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും മാത്രം. ഡെബിറ്റ് സൈഡിൽ ബാങ്ക്, അതായത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ്, ഡ്രോയിങ്സ് ആണ്. അത് ക്യാപിറ്റലിൽ നിന്നാണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാവൂ, ഇവിടെ എഴുതാവൂ. ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്ര മാത്രമേ എഴുതൂ. ബാക്കി എഴുതേണ്ട ഐറ്റംസ് എല്ലാം ഇയർലി അഡ്ജസ്റ്റ്മെന്റുകളാണ്. അതെല്ലാം എഴുതേണ്ടത് കറണ്ട് അക്കൗണ്ടിനകത്തേക്കാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രൊഫോമ ഓഫ് കറണ്ട് അക്കൗണ്ടാണ്. പാർട്ട്ണർമാരുടെ കറണ്ട് അക്കൗണ്ടിന്റെ പ്രൊഫോമയാണ്. നോക്കിയാൽ നിങ്ങൾ അവിടെ എഴുതാത്ത ബാക്കിയുള്ള എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റുകളും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. ക്രെഡിറ്റ് സൈഡ് നോക്കുക, ബാലൻസ് ബ്രോഡോ. അത് കഴിഞ്ഞാൽ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത്രയാണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിലേക്ക് നോക്കുക, ഓപ്പണിംഗ് ബാലൻസ്. 2 സൈഡിലും ഓപ്പണിംഗ് ബാലൻസ് വരാൻ കാരണം ഇത് കറണ്ട് അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ കറണ്ട് അക്കൗണ്ട് എയ്തർ ഷോസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും ആവാം, ക്രെഡിറ്റ് ബാലൻസും ആവാം. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ക്വസ്റ്റ്യൻ കിട്ടിയാലേ നമുക്കത് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റൂ. ദെൻ ഡെബിറ്റ് സൈഡിൽ അടുത്ത ഐറ്റം ഡ്രോയിങ്സ്, അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഷെയർ ഓഫ് ലോസ് എടുത്ത് എഴുതുന്നു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസും ആകാം, ക്രെഡിറ്റ് ബാലൻസും ആകാം. അപ്പോൾ ഇതാണ് പ്രൊഫോമ ഓഫ് കറണ്ട് അക്കൗണ്ട്. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊഫോമ ഇങ്ങനെയാണ്. പറഞ്ഞു വന്ന മൊഡ്യൂള് ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ വളരെ കുറച്ച് കാര്യങ്ങളും എന്നാൽ വളരെ പ്രാധാന്യമേറിയതുമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, 2 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ only one account is prepared for each partner. Only one account is maintained for each partner. ഓരോ പാർട്ട്ണറിനും ഒരു അക്കൗണ്ട് മാത്രമേ തയ്യാറാക്കൂ. അക്കൗണ്ടിൻ്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഈ അക്കൗണ്ടിനകത്ത് തന്നെയാണ് എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതുന്നത്.
ഈ അക്കൗണ്ടിൻ്റെ പ്രൊഫോമ നോക്കാം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും അതിനകത്താണ് എഴുതിയിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ബാങ്ക്, അഡീഷണൽ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് പ്രൊഫഷൻ, അതായത് ഷെയർ ഓഫ് ലോസ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഈ മെത്തേഡിൻ്റെ പേര് ഫ്ലക്ച്വേറ്റിംഗ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്തുകൊണ്ട് ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് വിളിച്ചു എന്നറിയാം. ഓരോ വർഷം കഴിയുന്തോറും പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം ഓർ ഇയർ ടു ഇയർ. ഓരോ കൊല്ലം കഴിയുന്തോറും പ്രോഫിറ്റ് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിച്ചത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഒരിക്കൽ കൂടെ പറയുന്നു, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. Under fixed capital method, there are two accounts are prepared for each partner. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ എല്ലാ ബാലൻസുകളും ഇതിനകത്തേക്ക് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എഴുതൂ. എന്നാൽ അഡീഷണൽ ക്യാപിറ്റലോ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സോ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യില്ല, എപ്പോഴും ചേഞ്ച് ചെയ്യില്ല, എപ്പോഴും സെയിം എമൗണ്ട് കാണിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. All other yearly adjustments are recorded through current account, such as interest on capital, drawings, interest on drawings, partners' salary, partners' commission, share of profit or loss, etc. are recorded in partners' current account, and hence the account balance of current account is always changing. അതുകൊണ്ട് തന്നെ പാർട്ണർമാരുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കറണ്ട് അക്കൗണ്ടിലെയും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കുന്ന രണ്ടാമത്തെ മെത്തേഡായ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പെർഫോമയാണ് സ്ക്രീനിൽ പിന്നെ ഞാൻ കാണിച്ചത്. അതിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഒന്നും എഴുതാനില്ല. ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതും മാത്രമേ എഴുതൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കാണുമ്പോൾ ക്യാപിറ്റലിൻ്റെ റിലേറ്റ് ചെയ്താണെന്നും പറഞ്ഞെടുത്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതരുത്. അത് കറണ്ട് അക്കൗണ്ടിനകത്ത് മാത്രമേ എഴുതൂ. ആളതർ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബാക്കിയുള്ളതെല്ലാം എഴുതിയിരിക്കുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിനകത്തേക്കാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ കറണ്ട് അക്കൗണ്ട് എയ്തർ ഷോസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും ആകാം, ക്രെഡിറ്റ് ബാലൻസും ആകാം. ഓക്കെ, സോ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞതൊരു 4 ഡിഫറൻസ് എങ്കിലും പറയാൻ പറ്റണം. കാരണം രണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക്, മനസ്സിലാക്കിയവർക്ക് രണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആദ്യത്തെ വ്യത്യാസം നമ്പർ ഓഫ് അക്കൗണ്ട്സിലുണ്ടാകുന്ന വ്യത്യാസം. ശരിയല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഞാൻ എന്താ പറഞ്ഞത്? ഓൺലി വൺ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. നോക്കി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ ഒരൊറ്റ അക്കൗണ്ടേ തയ്യാറാക്കുക. അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മനസ്സിൽ പറയും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നാൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദർ ആർ 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെയാ? ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ചേഞ്ച്, പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ ബാലൻസിനുണ്ടാകുന്ന ചേഞ്ച്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഇയർ ആഫ്റ്റർ ഇയർ. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നോക്കിയേ, യൂഷ്വലി നോട്ട് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറില്ല? ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാറില്ല. ഇനി അസാധാരണമായ രീതി എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് സംഭവിക്കൂ? ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. 3, ആൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ അക്കൗണ്ട് തയ്യാറാക്കുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റും എഴുതേണ്ടത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. എന്നാൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിലെ രണ്ടും തമ്മിൽ അടുത്തൊരു വ്യത്യാസം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ഓൺലി ദ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിലായിരിക്കും. എന്നാൽ ബാലൻസ് ഷീറ്റിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാൻ പറ്റൂ, കാരണം ഒറ്റ അക്കൗണ്ടേ തയ്യാറാക്കുന്നത്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അതുകൊണ്ട് ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസും ക്യാപിറ്റൽ അക്കൗണ്ട്സും എവിടെ കാണിക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടി വരും. ഇതിനടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് നോ നെസസറി ടു മെൻഷൻ ഇൻ ദ ഡീഡ്.
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നോട്ട് നെസസറി ടു മെൻഷൻ ദ ഡീഡ്. ഡീഡിനകത്തുണ്ടല്ലോ, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. വളരെ വ്യക്തമായിട്ട് ഡീഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനെ ചുരുക്കി നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. രണ്ട് അക്കൗണ്ട് തയ്യാറാക്കും ഫിക്സഡ് ക്യാപിറ്റലിൽ. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഓൺലി വൺ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പാർട്ണർ. ഫിക്സഡ് ആണെങ്കിൽ നോ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ, ഫ്ലക്ച്വേറ്റിംഗിൽ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ആൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ത്രൂ കറണ്ട് അക്കൗണ്ട്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ആൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് കാണിക്കണം. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അവസാനമായിട്ട് പറഞ്ഞത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ സ്പെസിഫൈഡ് ഇൻ ഡീഡ്, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് വ്യക്തമായിട്ട് കണ്ടൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവണം. ഏത് മെത്തേഡിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്യണം. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഏകദേശം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന രീതി, രണ്ട് മെത്തേഡ് ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, നമ്മളിനി ക്വസ്റ്റ്യൻ ചെയ്യും. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടർന്നുള്ള പോർഷൻസും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുക്കും. സോ നമ്മൾ പ്രോബ്ലം തയ്യാറാക്കുന്നതിന് മുമ്പ്, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ മെത്തേഡും വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി ഈ പോയിന്റ്സുകളൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ.